രണ്ടു കടലുകൾക്കിടയിലൂടെ ഒരു മരുഭൂമിയിലൂടെ ഇന്ത്യയുടെ അറ്റത്തേക്കൊരു യാത്ര പോയാലോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വരൂ, ധനുഷ്കോടി അരജൽ മുനമ്പിലേക്ക് പോകാം. രാമേശ്വരം ദ്വീപിന്റെ അറ്റമാണ് ധനുഷ്കോടി അരജൽ മുനമ്പ്. പട്ടത്തിന്റെ വാല് പോലെ കടലിലേക്ക് നീണ്ടുപോകുന്ന മണൽത്തിട്ടയുടെ അവസാന ഭാഗം. വലതുവശത്ത് ശാന്തമായി ഒഴുകുന്ന ഇന്ത്യൻ മഹാസമുദ്രം, ഇടതുവശത്ത് തിരകൾ നിറഞ്ഞ ബംഗാൾ ഉൾക്കടൽ. രണ്ടു കടലിനും അതിരിട്ട് മരുഭൂമി പോലെ മണൽത്തിട്ട നീണ്ടുപോവുകയാണ്. അതിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ യാത്ര എത്ര മനോഹരമാണെന്നോ! കടൽ തീരത്തെ മരുഭൂമി തന്നെയാണ് ധനുഷ്കോടി. മരുഭൂമിയിലെ പോലെ കള്ളിമുൾ ചെടികളുണ്ട്. 1964 ഉണ്ടായ ചുഴലിക്കാറ്റിൽ കടലെടുത്ത നഗരമാണ് ധനുഷ്കോടി. തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ചുഴലിക്കാറ്റിന്റെ ഭീകര ഓർമ്മകളുമായി ഈ നഗരം മനുഷ്യവാസയോഗ്യമല്ലാതായി. പിന്നീട് മത്സ്യത്തൊഴിലാളികളുടെ മീൻപിടുത്തത്തോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നത്. അരജൽ മുനമ്പിലേക്കുള്ള യാത്രയിൽ സമാന്തരമായൊരു മണൽപ്പരപ്പ് കാണാം. പണ്ട് ശ്രീരാമൻ ലങ്കയിലേക്ക് നിർമ്മിച്ച രാമസേതുവിന്റെ ഭാഗമാണിതെന്നാണ് വിശ്വാസം. മണൽപ്പരപ്പിന് നടുവിലൂടെയുള്ള റോഡ് അരജൽ മുനമ്പിൽ അവസാനിക്കുന്നു. ധനുഷ്കോടിയിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് അരജൽ മുനമ്പിലേക്ക്. ഇന്ത്യൻ വൻകര ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ ഒരു സ്തൂപം നിർമ്മിച്ചിട്ടുണ്ട്. കടലൊരുക്കുന്ന വൈബും സ്തൂപവുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ ഇവിടെ കച്ചവടക്കാരും വർദ്ധിച്ചു. വലിയ ശംഖും ചിപ്പിയും ശംഖിലും ചിപ്പിയിലുമുള്ള മാലയും കൗതുക വസ്തുക്കളും എല്ലാം വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പൈനാപ്പിൾ, മാങ്ങ, ഐസ്ക്രീം തുടങ്ങിയവയുടെ വിൽപ്പനയുമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് കയറി സവാരി നടത്താനുമാവും. ടൂറിസം ഇപ്പോൾ നാട്ടുകാർക്കൊരു വരുമാന മാർഗം കൂടിയായി മാറിയിട്ടുണ്ട്. അരജൽ മുനമ്പിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വെറും 15 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണില്ല, ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ കാണാം. തെളിഞ്ഞ ആകാശമുള്ളപ്പോൾ രാത്രിയിൽ ശ്രീലങ്കയിൽ നിന്നുള്ള വെളിച്ചം ഇവിടെ നിന്ന് കാണാം. ബീച്ചിൽ പോയാൽ തീരം തേടിയെത്തുന്ന തിരമാലകൾ കാണാറുണ്ട്. കടലിന്റെ ഒഴുക്ക് കാണാറില്ല. എന്നാൽ പാമ്പൻ പാലത്തിലായാലും അരജൽ മുനമ്പിലായാലും കടലിന്റെ ഒഴുക്ക് കാണാനാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും തിരമാലകൾ അരജൽ മുനമ്പിൽ പരസ്പരം കണ്ടുമുട്ടി ആലിംഗനം ചെയ്യുന്ന മനോഹര കാഴ്ചയും ഇവിടെ നിന്ന് കാണാം. മീൻപിടുത്തക്കാർ വല കയറ്റുന്നതും വല നന്നാക്കുന്നതും എല്ലാം വഴിയിൽ കാണാം. ധനുഷ്കോടിയിൽ മീൻ ലൈവായി പൊരിച്ചു നൽകുന്ന ഒട്ടേറെ കടകളുണ്ട്. അവിടുത്തെ മീനിന് നല്ല ടേസ്റ്റ് ആണ്. താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തൊപ്പി, കുട, തോർത്ത് ഇവ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണിന് റേഞ്ച് ലഭിക്കില്ല. കുടിവെള്ളം കരുതുന്നതും നല്ലതാണ്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ. ബൈ.